സുഹൃത്തുക്കളെ, അപ്പൊ ചീരക്ക് ഇത്രയും വലിയ കളർ, ഇത്രയും ഭംഗിയായ ചുവന്ന കളർ കിട്ടണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന ട്രിക്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ചീരക്ക് ഇത്രയും നല്ല ചുമപ്പ് കളർ കിട്ടും. ഇത്രയും ചുവപ്പും നല്ല വലിയ ഇലയും കിട്ടണമെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ മൊത്തം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. നല്ല കളർ. അപ്പം ഇത്രയും കളറുള്ള ചീര അരുൺ ചീരയാണ്. അപ്പം അരുൺ ചീരയ്ക്ക് ഇത്രയും നല്ല കളർ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ മൊത്തം കാണണം. തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ എങ്ങനെ നമുക്ക് ലാഭകരമായി കൃഷി ചെയ്യാം എന്നതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നഞ്ചൽക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വീണ്ടും ചീരകൃഷിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ചീരകൃഷി നമുക്ക് എങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മുടെ വീട്ടിലെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് നമുക്ക് ഒരുപാട് രീതിയിലൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായ ഒരു കൃഷിയാണ് ഈ ചീര കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചീരകൃഷിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ആർക്ക് വേണോ, ഇത് എപ്പോഴും വേണോ ചെയ്യാം. മഴ മാത്രമേ ഉള്ളൂ ഇതിന് വില്ലൻ. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, കംപ്ലീറ്റ് കട്ട. ഇപ്പൊ ഈ കട്ടയൊക്കെ പൊട്ടിക്കണം. കട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് പൊട്ടിച്ച് ഇതിനെ മണ്ണാക്കണം. ഇപ്പൊ മഴയുണ്ടായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മഴയില്ല. അത് സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം നട്ടതിന് ശേഷം ഭയങ്കര മഴയായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ ഉള്ള ഭാഗമാണ് കൃഷി. ചിലപ്പോൾ നഷ്ടം വരും, ചിലപ്പോൾ ലാഭം വരും. അതെല്ലാം കണ്ട്, പക്ഷെ എത്ര ലാഭം വന്നാലും നഷ്ടം വന്നാലും നമുക്ക് ആരോഗ്യപ്രദമായ ചീര കൊടുക്കാൻ സാധിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള. അപ്പൊ അതിന് കെമിക്കലൊന്നും പാടില്ല. അപ്പൊ കിളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കിളയ്ക്കുമ്പം കട്ട പൊട്ടിച്ച് ഇടണ്ട, ഇങ്ങനെ കിളച്ചങ്ങ് പോയാൽ മതി. മണ്ണിനെ സംബന്ധിച്ച് കുറെ ഘടകങ്ങളുണ്ട്. അപ്പൊ ഇത് മണല് ഒരല്പം പോലും ഇല്ലാത്ത മണ്ണാണ്. അല്പം മണലൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല തഴച്ചു വളരുന്ന ചീരകളായി മാറിയത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മണൽ ചേർന്ന മണ്ണായിരിക്കും. അപ്പൊ അവിടെയൊക്കെ എന്തുകൊണ്ടിട്ടാലും ശരി നല്ല ഭംഗിയായിട്ട് പിടിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പക്ഷെ ഇതിനതുപോലെ നമ്മൾ ഒത്തിരി മെനക്കെട്ടണം. ഒത്തിരി മെനക്കെട്ടാൽ ഒത്തിരി ലാഭം കൊയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ മണ്ണൊന്ന് വാറണം. ഇതിനകത്ത് നമ്മൾ ഒരു കട്ട പൊട്ടിച്ചിടുമ്പം അതിന്റെ ഇടയിൽ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് വഴി ഓക്സിജന്റെ അളവ് മണ്ണിൽ കൂടണം. ഓക്സിജൻ മണ്ണിൽ വേണം. ഓക്സിജന്റെ അളവ് മണ്ണിൽ കൂടെ ഇത്തരത്തിൽ കട്ട പൊട്ടിക്കാതെ കിളച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. എന്നതിന് ശേഷം കിളച്ച് പൊടി അടിച്ച് തട്ടി പൊടിയാക്കി അതിനകത്ത് കോഴിവളവും ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു കണ്ടത്തിന്റെ കളയൽ കഴിഞ്ഞു. അപ്പം കിളച്ചതെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ഇത്രയും കിളച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി മണ്ണിളവിയിട്ട്. ഇപ്പം മണ്ണിളക്കം ഇല്ലാത്തത് കൊണ്ട് അമ്ലത്വം കൂടുതലായിരിക്കും. അപ്പം നമുക്ക് കുമ്മായ ഇടണം. അതിൻ്റെ മണ്ണിൻ്റെ അമ്ലത്വത്തെ കുറയ്ക്കണം. പിന്നെ ഇളക്കി ഇടാത്തത് കൊണ്ട് നമുക്ക് ഈ സൂര്യപ്രകാശം അടിയിലോട്ടുള്ള ഭാഗങ്ങളിൽ എത്താൻ സാധ്യത കുറവാണ്. അപ്പൊ അൾട്രാവയലറ്റിന്റെ ഒരു അംശം ഇതിനകത്ത് വേണം. അങ്ങനെ പ്രകൃതിദത്തമായ എല്ലാ മൂലകങ്ങളും നമുക്ക് ഈ മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളിനി എത്രയൊക്കെ വളങ്ങൾ ഇട്ടാലും എത്രയൊക്കെ നമ്മൾ ചെയ്തെടുത്താലും നമുക്ക് കൃഷി ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം മണ്ണിന്റെ ഘടന ആദ്യം വർദ്ധിപ്പിക്കുക. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നമുക്കിന്ന് കുമ്മായം തൂറ്റണം. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞ് നമുക്ക് പൊടിക്കളകൾ കിളച്ച് നമുക്ക് വീണ്ടും അടുത്ത് തുടങ്ങാം. അടുത്ത് ഇതാണ് നമ്മൾ കിളച്ച് റെഡിയാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇനി അടുത്ത് പറിക്കാൻ പോവുകയാണ്. കിളച്ച് വെച്ച കണ്ടത്തിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി വാരി തൂക്കിറ്റാൻ പോവുകയാണ്. അപ്പൊ കക്ക നീറ്റിയെടുത്ത പൊടിയാണ് കുമ്മായം.
അപ്പോൾ ഇത് ഏകദേശം ഒരു 2 വർഷത്തോളമായി കിളച്ചിട്ട്, വിത്തൊക്കെ തയ്യൊക്കെ നടന്നുണ്ടെങ്കിലും ഈ മൊത്തത്തിലൊരു കിളയിൽ കിളച്ചിട്ട് ഏകദേശം ഒരു 2 വർഷമായി, 2 വർഷത്തോളമായി. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 5 കിലോ, ഏകദേശമല്ല ഒരു 5 കിലോ കുമ്മായത്തിനകത്ത് മതി ഇതിലിടാൻ. കൂടുതൽ വാരി ഇട്ട് കളയരുത്. 10 കിലോയൊക്കെ വാങ്ങിച്ചിട്ട് വാരി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് പാടാവും. അപ്പം ഒരു 5 കിലോ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കിളയ്ക്കാം. അപ്പം ബാക്കി കൂടി കിളച്ച് എല്ലായിടത്തും ആയിട്ടുണ്ട്. 10 കിലോയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാണ്. അപ്പോൾ 5 കിലോ കറക്റ്റ് പകുതി നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു മഞ്ഞിൻ്റെയൊക്കെ ഈർപ്പം കൊണ്ട് അതിൽ അടിയിലോട്ടൊക്കെ പോയി ആ മണ്ണൊക്കെ ഒന്ന് റെഡിയായി. ഇത് കട്ട നമ്മൾ ഉടയ്ക്കാത്തത്. അപ്പോൾ ഇതിൽ കക്കയൊക്കെ വരിയിട്ടിരുന്നു. ഏകദേശം 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളതാ ആദ്യത്തെ പണ നമ്മൾ ഉടച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കച്ചവടം ചെയ്ത് പറ്റിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ചെയ്യാം. അപ്പോൾ നമ്മളതാ കുറച്ച് കോഴിവളം കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴിവളം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം മണ്ണിൻ്റെ കൂടെ. നമ്മളിന്ന് ആദ്യത്തെ കണ്ടം ശരിയാക്കി. അപ്പോൾ ഇതിൽ ഇനി വേറൊന്നും ചേർക്കരുത്. ഇനി നമ്മൾ നേരിട്ട് മണലിൽ പാവുക. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ കോഴിവളത്തിലൊക്കെ പാവാം, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ഈ മണലിൽ പാവുന്നതായിരിക്കും. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന പലരും കോഴിവളത്തിൽ പാവുന്നവരുണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്ക് കോഴിവളത്തിൽ പാവിയിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബണ്ടുകൾ പിടിക്കണം, ചെറിയ ബണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇത് പിടിച്ചില്ല എങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും വിത്തും എല്ലാം കൂടി ഒലിച്ചു പോകും. അപ്പോൾ 4 സൈഡും നമ്മൾ ചെറുതായിട്ട് ബണ്ടൊക്കെ പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ കണ്ടം തയ്യാറാക്കി. കോഴി വളം ഒന്ന് ചൂടൊക്കെ അടിച്ച് റെഡിയായി വരും. ഇപ്പം ഇന്ന് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഈ ഉറുമ്പൊക്കെ അങ്ങ് മാറി റെഡിയായി കൃത്യമായി ശരിയായി കിടക്കും. പൊടിക്കുന്നത് വരെയും 2 നേരം തീർച്ചയായിട്ടും വെള്ളം നനയ്ക്കണം. ഇല്ലെങ്കിൽ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകും. അതാണ് നമ്മൾ DDT പൊടി ഇടാതെ നടാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. പാകിയിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ 4 ദിവസം ആയ വളം ചീരയാണ്. അപ്പോൾ ഇതും നമുക്ക് ചെറിയ രീതിയിലൊരു പ്രയോഗം ചെയ്യണം. അപ്പോൾ ഇടയെല്ലാം കറക്റ്റായിട്ടാണ് പൊടിച്ചു വന്നിരിക്കുന്നത്, ഞെരുങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പുല്ലുകൾ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുല്ലുകളെല്ലാം നമുക്ക് നീക്കം ചെയ്യണം കുറേശ്ശെ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാവുമ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മുത്തങ്ങ അടക്കമുള്ള പുല്ലുകൾ ഉണ്ട്. ഇതാണ് മുത്തങ്ങ. ഇത് അടിയിൽ നിന്ന് നല്ല പൊടിച്ചു വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ചീര പൊടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എല്ലാം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പുല്ല് ഇഷ്ടംപോലെ പുല്ല് പൊടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 4 കണ്ടം ആണ് നമ്മളിപ്പോൾ ആദ്യം ചീര പാകിയത്. അപ്പോൾ നമുക്കിനി പാകാനുള്ളത് ഇതാണ്, 2 കണ്ടം. അപ്പോൾ അടുത്ത് നമുക്ക് കോഴി വളം ഇടാനുള്ളത് ഇതിലാണ്. കോഴിവളം ഇട്ട് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കുത്തിക്കളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പുറത്ത് കോഴിവളം ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി.